ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവിന്റെ ബലിയർപ്പണത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇഹാൻ, എറിക്ക്, ക്രിസേൽ, ഏഡ്രിൻ എന്നീ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ മക്കളുടെ പഠനങ്ങളും മക്കൾ നല്ലവരായി തീരുവാനും അനുഗ്രഹമുള്ള മക്കളായിട്ട് വളരാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഇവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്കറിയാം, അസീസി പുണ്യവാളൻ പ്രാർത്ഥിച്ചത് പ്രകാരമാണ്: കർത്താവേ, നിൻ്റെ ഹൃദയത്തെ അനുരൂപമാക്കി മാറ്റണമേ എൻ്റെയും ഹൃദയം. കർത്താവിൻ്റെ ഹൃദയം പോലെ ആകുവാനായിട്ട് ഒക്കെ നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്ത വലിയ വിശുദ്ധനാണ് വിശുദ്ധ അസീസി പുണ്യവാളൻ. അപ്പം ജീവിതം അതുതന്നെയായിരുന്നു. തൻ്റെ വാക്കുകൾ വളരെയധികം ശക്തമായിട്ട് അധിഷ്ഠിതമായിരുന്നു ജീവിതവും. അപ്പോൾ വാക്കും പ്രവൃത്തിയും വലിയ ബന്ധമുള്ള വലിയ വിശുദ്ധനാണ്. അതോടൊപ്പം തന്നെ ആ വിശുദ്ധനെക്കുറിച്ച് പേര് വിളിക്കുന്നത് പോലും രണ്ടാമത്തെ ക്രിസ്തു എന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തു എന്നാണ്, അനദർ ക്രൈസ്റ്റ് എന്നാണ് ഈ അസീസി പുണ്യവാളൻ. കാരണം കർത്താവിനോട് ചേർക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വരമല്ലാതെ പുറത്തു വരികയില്ല. അപ്പോൾ അതുതന്നെയായിരുന്നു അസീസി പുണ്യവാളൻ്റെ ജീവിതം മുഴുവനും. ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാൻ ബലിയർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആ ഒരു മനോഭാവങ്ങൾ, ഈശോയുടെ ആ ശാന്തതയും എളിമയും വിനയവും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേരുതെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദാരിദ്ര്യത്തിലും എളിമയിലും ക്രിസ്തുവിനോട് അനുഭവപ്പെടുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് അങ്ങ് അനുഗ്രഹം നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ വഴികളിലൂടെ ചരിച്ച് അങ്ങേ പുത്രനെ അനുഗമിക്കുവാനും അനന്തപൂർണ്ണമായ സ്നേഹത്തോടെ അങ്ങുമായി ഒന്നിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. സമുദ്രത്തിന്റെ ഉറവയോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അക്കാലത്ത് കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞുകളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു, അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏത്? അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ? അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങേ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. ഞാൻ പ്രഭാതത്തിന്റെ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങേ കരം എന്നെ നയിക്കും. അങ്ങേ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. അവിടെന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശാശ്വത മാർഗത്തിലൂടെ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതായം പ്രഘോഷിക്കുന്ന എൻ്റെ ഹൃദയത്തെയും അധരങ്ങളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലുക്കാട് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുളി ചെയ്തു, കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീഡോളിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഷാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിൻ്റെയും സീദോന്റെ സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഖബർനാമി, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ അനുസരിക്കുന്നവൻ നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. കാഴ്ചയർപ്പിക്കാൻ വരുന്നു ഞങ്ങൾ, കാൽവരിയാകുമി ബലിവേദിയിൽ. കാഴ്ചയർപ്പിക്കാൻ വരുന്നു ഞങ്ങൾ, കാൽവരിയാകുമി ബലിവേദിയിൽ. കരുണതൻ നിറ കുടമാകുന്ന യേശുവിൻ കരങ്ങളിൽ അർപ്പിക്കുവാൻ. കരുണതൻ നിറ കുടമാകുന്ന യേശുവിൻ കരങ്ങളിൽ ജീവിതം അർപ്പിക്കുവാൻ. കാഴ്ചയർപ്പിക്കാൻ വരുന്നു ഞങ്ങൾ, കാൽവരിയാകുമി ബലിവേദിയിൽ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് ഏറെ തീക്ഷ്ണതയോടെ ആശ്രയിച്ച കുരിശിന്റെ സംസിദ്ധമായി ആഘോഷിക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാകാൻ ഈ യാഗദ്രവ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഞങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവുമായ യോഗ്യവും രക്ഷാകരമാണല്ലോ. സ്വർഗരാജ്യത്തിൽ തങ്ങളത്തിന് ക്രിസ്തുവിന് സമർപ്പിച്ച വിശല്ലെങ്കിൽ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്ന സൗചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതി അതുൽഭവത്തിന് വിശയിലേക്ക് തിരികെ വിളിക്കുകയും നവയോധി പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശ്വരോടും സ്ഥലമലാഹമാണ് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ അഗസ്ത്യമായ പരിസനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽമജകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റി കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ച് പ്ലപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്ത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാവമോചനത്തിന് ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുക. മക്കളെ നൽകി, മാതാപിതാക്കളെ നൽകി, സഹോദരങ്ങൾ നൽകി, ജീവിത പങ്കാളി നൽകി, ബന്ധുക്കളെയും മിത്രങ്ങളെ നൽകി, ഭക്ഷണങ്ങൾ നൽകുന്നു, വസ്ത്രങ്ങൾ നൽകുന്നു, പാർപ്പിടം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനെല്ലാത്തിനും ശരി നന്ദി പറയുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് നമ്മൾ സമർപ്പിച്ച മക്കളെ ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇഹാൻ, എറിക്ക്, ക്രിസ്റ്റേൽ, ഏഡ്രിയൻ എന്നീ മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുക. അവിടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കണമെന്ന് യാചിക്കാം. നല്ല മക്കളായി വളർന്ന ഒരാളെ കൃപ കൊടുക്കണം, അപേക്ഷിക്കാം. കർത്താവിൻ്റെ ഈ പരിശുദ്ധ ബലിയർപ്പണം നമ്മളുടെ സാൻഡോ മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ക്രിസ്റ്റിയെയും ഗ്ലെനിനെയും പ്രത്യേകമായിട്ട് കർത്താവ് ജിക്സനെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. അവരുടെ സംരംഭങ്ങളെല്ലാം ഈ ശക്തമായ സുവിശേഷ പ്രചരണം നന്നായിട്ട് നടക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അതിൻ്റെ ക്ലേശങ്ങളെല്ലാം മാറ്റണമെന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ കർത്താവിനോട് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ പൗരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും പങ്കുചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഫ്രാൻസ് പാപ്പായോട് ഞങ്ങളുടെ മിത്രാന്മാരോടും വ്യതികരണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണോടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമാതാവിസ്തനിയാമരത്തോടും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സപിതാവിനോടും അനുഗ്രഹീതരായ പൂസ്തലമാരുടെ കലാകാലങ്ങൾ സ്ഥാപിച്ച സ്ഥലവിസ്തരോടുമൊത്ത് ഇതിൽ പങ്കുചേരുന്ന അർഹരാക്കി മുത്തനായ യേശു ക്രിസ്തുവെ ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സുരക്ഷിതനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതരായും ദിവോപദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളെയും മോചിപ്പിക്കുന്നതിന് ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകുന്ന അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായിച്ച് പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്ന പോസ്റ്റർ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ സഭയുടെ വിശ്വാസകന്മാർ നിങ്ങൾ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണം. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾ സമാധാനം നൽകണമേ. സ്വീകരണം കാരണമാകാതെ കാരണത്തിന് മനസ്സിന് പുരുഷൻ സ്വീകാര്യം ആവശ്യമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനായി യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്നേഹവും അപ്പോസ്തലിക ചൈതന്യവും അനുകരിച്ചുകൊണ്ട് അങ്ങേ സ്നേഹത്തിന്റെ ഫലം അനുഭവിക്കുവാനും എല്ലാവരുടെയും രക്ഷയ്ക്കായി പ്രയത്നിക്കാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, അപേക്ഷിക്കണമേ. ഔസേപ്പ് പിതാവേ, അപേക്ഷിക്കണമേ. സെബാസ്റ്റ്യാനോസേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ. സോത്രേസ്യായേ, അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് അസീസിയേ, ഞങ്ങൾകൊണ്ട് അപേക്ഷിക്കണമേ. സകല വിശുദ്ധരേ, ഞങ്ങൾക്കൊണ്ട് സകല അപേക്ഷിക്കണമേ. മലാഖമാരേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ. അമലോത്ഭവയം കന്യകയെ, രക്ഷകനേശുവിനംബികയെ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ